നാളെ അവൻ്റെ പൈസ കിട്ടിയില്ലെങ്കിൽ മജീദേ പൊരക്ക് ഞാൻ വരും. ആ പഠിച്ചോനെ രഘുവട്ടെ. എടാ റഷീദേ, നിർത്ത് 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 നിർത്ത്. നിന്നെ അന്നും കണ്ട കൈമ കിട്ടും. ഇപ്പൊ നീ പോയിക്കോ, ഉളുപ്പില്ലാതെ നായി. എനക്കൊരു പറ്റല് പറ്റി. ഒരല്ലലും ഇല്ലാണ്ട് നിനക്കും നിന്റെ മൂക്കും മരണം വരെ ജീവിക്കാനുള്ള മുതല് പാൻ്റെ അടുത്തുണ്ട്. പോരാത്തതിന് നിന്റെ ആങ്ങളിയുണ്ട്. ഉപ്പ വിചാരിക്കുന്നത്ര വിഷമൊന്നും എനക്കില്ല. ഇങ്ങനെ രണ്ടാളും കണ്ടാൽ കീരിയും പാമ്പും പോലെ കളിക്കുന്ന വിഷമേ എനക്കുള്ളൂ. മച്ചാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഗൾഫിൽ നിന്ന് എനിക്കറിയുന്ന ആള് ഇങ്ങനെയൊന്നല്ല. വരട്ടെ, നോക്കാം. ആ ഹാമുക്ക് ബ്രോക്കർ ഇസ്മയിലിന്റെ വാക്കിൽ ഞാനൊന്ന് വാങ്ങിപ്പോയി. ഓൻ്റെ ഒരു പുളിങ്കൊമ്പ്. ഉപ്പ, നിങ്ങൾക്കിതെന്താണ്? കല്യാണം ഒന്ന് കഴിയട്ടെ, നമുക്ക് നോക്കാം. നീ ബേജാറാവണ്ട. ആ അത് പോട്ട്, നീ നേരത്തെയും കാലത്തെയും അങ്ങെത്തിക്കൊള്ളണം. റഷീക്ക് ഇപ്പം വരും. ഇങ്ങളെന്നെ നേരിട്ട് പറഞ്ഞേക്കണേ ഉപ്പാ. ഓൻ വന്നാലും വേണ്ടിയില്ല, വന്നിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല. ഇവൻ്റെ ആണ് കല്യാണം. ഇവൻ വിളിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ ഓൻ വന്നാൽ മതി. ഓൻ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടായാൽ ശരിയാവില്ല. ഓനോട് നീ കാര്യവും പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വാ, ഞാൻ ആടെ ഉണ്ടാവും. ആ മച്ചാനെ, നമ്മളൊന്നിട്ട് കുറേ നേരമായി. കല്യാണം പറയാൻ വന്നതാ. നിങ്ങളും കാത്തി നിൽക്കേന്ന്. എന്നിട്ട് മൂപ്പരടുത്തേക്കാന്ന് നിസ്കാരത്തിന് നേരായി നിന്നിട്ട് പള്ളിയിലേക്കാം. എൻ്റെ പൊന്നാര മച്ചാനെ, എൻ്റെ ഉപ്പ പള്ളിയിൽ പോയിട്ട് വേണമല്ലോ ബാങ്ക് കൊടുക്കാനി. മൂപ്പര എന്നെ കണ്ടിട്ട് പോയതാണ്. ഇക്കാ മച്ചാനെ, നീ എന്നെ കല്യാണം വിളിക്കൊന്നും വേണ്ട. നീ എൻ്റെ പുന്നാരളിയനല്ലേ. നമ്മ തമ്മിൽ എന്തിനാ ഒരു ഫോർമാലിറ്റി? ആന്നല്ല, ഇനി അതീതും പറഞ്ഞ് നിശ്ചയത്തിന് വരാത്ത ഒരാക്കിയേക്കല്ല. വാ, നീ അകത്തിയറിയിക്കി വാ. ഇല്ല, ഞാൻ പോയേന്ന്. കുറേ ദിക്കിൽ കല്യാണം പറയാൻ. അപ്പം മച്ചാനെ, എല്ലാം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വേണം എൻ്റെ ഇക്കാന സ്ഥാനത്ത് നിന്ന് എല്ലാം നടത്തിത്തരാൻ. എന്നാ ഞാൻ പോവാ. ആ പിന്നെ ഇവിടെ ഒരാഴ്ച മുന്നേ അങ്ങ് വിട്ടേക്കണേ. ഓ റെഡി. ഓ, ഒരു പുന്നാര എളിയന്മാര്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏതാ സോപ്പ്. ഓനെ വിചാരിച്ചിട്ടാന്ന്. അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ സലാമിന്റെ കുടലിൽ ഞാൻ അന്നേ എടുത്തിട്ടുണ്ടാവും. ഇക്കാ ഇങ്ങ പറയുന്നത് എന്റെ ഉപ്പാനെയാന്നിട്ടാ. ആ നിന്റെ ഉപ്പ വന്നാട്ടെ, ചായന്റെ വെള്ളാറ്റുണ്ടാക്കി തന്നാട്ടെ. എല്ലാ എന്തായി നമ്മളെ കാര്യം ഇസ്മായിലേ? കാതിർക്ക, നിങ്ങളുടെ മൂക്ക് പറ്റിയൊരു പുയ്യാപ്പള നമ്മളെ കയ്യിലുണ്ട്. ചെക്കൻ ഗൾഫിലാ, അമേരിക്കൻ കമ്പനിയിലാ പണി. നല്ല പൊന്നും കണ്ടം പോലത്തെ ചെക്കനാ. കിട്ടിയ പൊളിങ്കൊമ്പ. ഹാമുക്ക് ഹാമുക്ക് ഓൻ്റെ ഒരു പുളിങ്കൊമ്പ്. കാതറേ, ഈ നായി കാണിച്ചെന്ന ഒരു പുളിങ്കൊമ്പ് തൻ്റെ വീട്ടിലിരിക്കുന്നത്. എൻ്റെ മോളെ ഒരു വിധി. എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം കഴിക്കുമ്പോ അവനെന്താ പുളിങ്കൊമ്പല്ലേ? പിന്നെ മനുഷ്യന്മാരെ കാര്യമില്ല ജിക്ക. ഹാമുക്ക് ഇനിയില്ല. അല്ലാ മൂസക്ക, നിർത്ത്. എന്താ പുസ്തക? അല്ലാടെ മധു, ഈ എന്താ ഒറ്റക്ക്? അൻ്റെ ചെങ്ങായി എവിടെയാ പോയേ? എന്തേ? അല്ല മധു, എനിക്ക് ഓനെ പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ഇൻ്റെ വലിയ ചങ്ങായിയല്ലേ ഓൻ. നാട്ടിലെ വലിയ പ്രമാണിയല്ലേ സലാമാജിക്ക. ഓറെ ഇങ്ങനെ പറയിപ്പിക്കാണ്ട് ഓന് നടന്നൂടെ? ഓനോറെ എന്ത് ചെയ്തിന്നാ?
നിങ്ങൾക്ക് ആരും അറിയാണ്ട് വെറുതെ പറയല്ല മൂസക്ക. നേരാൻ വണ്ണം നോക്കാൻ കഴിയില്ലെങ്കിൽ ഓനെന്തിനീ പെണ്ണ് കെട്ടീനി? പണിക്കും പോവാണ്ട് തെണ്ടി നടക്കും. ആ ആജിക്കാരൻ വെറുപ്പിക്കാണ്ട് ഓറ് പറയും പോലെ പള്ളി ഈമാനുമായിട്ട് കൂടിക്കൂടെ ഓന്? ഈ ഓനെ കണ്ട പറഞ്ഞേക്ക് നമ്മളെ പൈസ തരാൻ വേണ്ടിയിട്ട്. ഇല്ലേ നമ്മളെ പലിശകൾ തരാൻ വേണ്ടി പറ. ഇല്ലെങ്കിൽ നമ്മൾ ഓൻ്റെ അമ്മോച്ചൻ്റെ വീട്ടിൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്നു പറഞ്ഞേ. അല്ല മൂസക്ക, പലിശ നിങ്ങൾക്ക് വാങ്ങിക്കിടുക, അത് തെറ്റല്ലേ? ഈ ഓനോട് പറഞ്ഞേ നമ്മളെ കൈ തരാൻ വേണ്ടി. പള്ളിയിൽ വാങ്ങ് കൊടുത്ത് നമ്മൾ പോകുന്നു. വിട്ടോ 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 വിട്ടോ. നീ എന്തിനാ കണ്ടാടിക്കുന്നത് പൈസ പണിക്കുന്നു? നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ? നീ വിട്ടാട്ടെ. നിനക്ക് എൻ്റെ അടുക്കും വേണം അഭിമാനം കാട്ടാൻ. എന്താ അഭിമാനോ? എനിക്ക് നിന്നോടാ. നീ എന്നെ എനിക്കൊരു അഭിമാനല്ലേടാ. നീ സെന്റികളാ. നിനക്കെന്താ ഫസീലാൻ്റെ ഉപ്പാനോട് നല്ലതിൽ നിന്നാല്? നീ ഒന്ന് വിട്ടാട്ടെ. വിട് 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 വിട്. എത്ര നാളാ നീ ഇങ്ങനെ ഓടുക? ആ മൂസൊക്കെ പള്ളിയാന്നൊന്നും നോക്കൂല. ആളെ കൂട്ടത്തിൽ നിന്നെല്ലാം ആകെ നാണം കെടുത്തു. അതല്ല ഞാൻ ചുമയ തുടങ്ങിയ വാട് പോന്ന്. ബാക്കിൽ നിന്നാൽ കഴിഞ്ഞ വാട് ഓടാലാ. എന്നിട്ട് നീ എന്താ നേടിയേ? പള്ളി പോത്താണെന്ന പേരാ? പോടാ, അത് ഞാനും റബ്ബും തമ്മിലുള്ള ഇടപാടാ. അത് നമ്മ തമ്മിൽ തീർത്തോളൂ. പറയുന്ന ആള് പറഞ്ഞോട്ട്. നിന്റെ കാര്യം ശരിയെന്നാല് ഞാൻ പോന്ന്. വാടാ, ചോറ് വെച്ചിട്ട് പോവാ. വില്ലേജ് ആയിട്ടൊന്ന് സ്പെഷ്യല് തക്കാളിക്കൂട്ടാനും ചീരവറവും വരി തിന്നിട്ട് പോവാ. വേണ്ട, ഞാൻ പോവാ. ഇങ്ങള് വരുവാ നാളാ? അവിടെ പന്തലിട്ട് എന്നെ ഒന്ന് പൊരേ കൊണ്ടാക്കണം. ഇപ്പൊ 2 വട്ടായി വിളിക്കുന്നു. ഓഹോ, പന്തലിട്ടാ? എന്നാ പോയേക്കാ, നാളെ തന്നെ പോയേക്കാ. അളിയനും പങ്ങളും ഇല്ലാണ്ട് കല്യാണം മുടക്കണ്ട. നീ ഇപ്പം പോയി ചോറെടുത്ത് വെക്ക്. നാളെ നേരം വെളുക്കിട്ട്. എത്രയാണ്? 100. പഠിച്ചോനെ മുങ്ങിയാ? ഇക്ക ഇങ്ങ എവിടെയാ? ഹലോ, ഞാനിടനുണ്ട് പന്തലില്. ഇന്റെ ഉപ്പാട് എങ്ങനെയുണ്ടാ? ഉപ്പുണ്ട്. ഇങ്ങളെ അന്വേഷിച്ചിന്. ഇക്ക പുറത്തേക്ക് പോയിരിക്കാ. നിങ്ങൾ ഇങ്ങ് വരി ഋഷിക്ക. ഞാൻ വരാ. ഞാൻ ഇതെല്ലാം ഒന്ന് നോക്കട്ടെ. നീ വെച്ചാട്ടെ. മഴ പെയ്താ വെള്ളം ഉള്ളിലേക്ക് വീഴ. ഒന്ന് നോക്കി കെട്ടണേ. വെള്ളം ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തിനാ വന്നല്? എവിടുന്ന് വരുന്നു നിങ്ങള്? നിനക്ക് ഞാനാരാന്ന് അറിയാടാ. ഞാൻ ഇവിടുത്തെ അളിയനാന്ന്. അയിന് അന്റെ അളിയൊന്നല്ലല്ല. നീ ഇപ്പം കെട്ട്. നിനക്കില്ല ഞാൻ വെച്ചിട്ടുണ്ട്. ഓയ്, ഇതാരും നമ്മളെ പ്യാപ്പിളയാ? പുതിയല്ല, കുറച്ച് പഴയതാണ്. അല്ല, ഇപ്പൊ എന്നാ ചെയ്യുന്നു? ഓളെ പേരിലെ സ്ഥലമെല്ലാം വിറ്റിനല്ലേ? ആ വിറ്റ്. എന്നിട്ട് കണ്ണൂർ വിമാനത്താവളം വാങ്ങി. ചുളുവിലൊക്കെ കിട്ടീനി. സമയം കിട്ടുമ്പോ അങ്ങോട്ട് വാ. ഛേ, ഞാൻ അറിഞ്ഞില്ലല്ല. കൈവിട്ടു പോയി. ഓരോരാൾക്ക് എന്തെല്ലാം അറിയേണ്ടത്. വേറെ പണിയൊന്നുമില്ലാലാ.
ഏർത്തു കാണുന്നില്ലല്ല. മുങ്ങിയാ മോളെ ഈ ഒന്ന് വിളിച്ചോക്ക്. ഇപ്പൊ ഇടുണ്ടായിനല്ല. എന്നാലും സലാംക്ക, നിങ്ങളെ പുതിയാപ്പിള വിമാനത്താവളം വാങ്ങിയത് നമ്മളോട് പറഞ്ഞില്ലല്ല. വലിയ കായായിനാ. വിമാനത്താവള ഈ എന്നാണ് ഈ പറയുന്നത്? ആന്ന് സ്ഥലം വിറ്റിട്ട് വിമാനത്താവളം വാങ്ങിയ നിങ്ങളെ പുതിയാപ്പിള എന്നല്ല എന്നോട് പറഞ്ഞിനേ. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. ഓടാ പോയി ആശീർവാദം പോയിട്ട് എടുക്ക്. ഓന്റെ ഉമ്മാമാന്റെ ഒരു വിമാനത്താവളം നമുക്ക് വെറുതെ അല്ല മുങ്ങിനി. ആൾക്കാരെ മുട്ടത്തൊക്കെ എങ്ങനെ നോക്കുക? ശ്രീധരൻ കിട്ടിയ സ്ഥലവും പിടിച്ചിട്ട് കപ്പി പിടിച്ച ബമ്പനല്ലേ ഓൻ. ഉപ്പ കച്ചിത്തുരുമ്പ്. നിങ്ങൾ ശ്രീധനം ശ്രീധനം എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ നിങ്ങളെ മോക്ക് ശ്രീധനം കൊടുക്കണമെന്ന് ഇല്ലല്ല. ഞാനത് എന്റെ മോളെ ആവശ്യത്തിന് കൊടുത്തിയാ. ഓ അത് ശരി. എന്നാ പിന്നെ മോക്ക് അതെല്ലാം കൊടുത്ത് മോളെ തന്നെ എത്തിച്ചാ പോരെ. പിന്നെന്തിനാ കല്യാണം കഴിപ്പിച്ചിന്? മച്ചാനെ ഇതൊരു കല്യാണ വീടാണ്, എന്തിനായത്? പുന്നാര മച്ചാനെ, നിന്റെ പെങ്ങളെ പൊന്നും ഞാൻ ഗൾഫിൽ നിന്ന് അധ്വാനിച്ച പണവും ചേർത്തിട്ട് തന്നെയാണ് വീടും സ്ഥലവും വാങ്ങിയിന്. അത് എന്റെ പേര് തന്നെയാന്ന് സമ്മതിച്ച്. അതിനിപ്പോ ആരെന്തെങ്കിലും പറഞ്ഞിനാ? മനുഷ്യന്മാരാകുമ്പോ ജീവിതത്തിൽ കുറച്ച് ഉയർച്ചയും താഴ്ചയിലും ഉണ്ടാവും എന്നു വിചാരിച്ച് ഞാൻ എന്റെ അഭിമാനം വിട്ട് കളിക്കൂല. എന്താ അഭിമാനം നിൽക്കില്ലത്? പണിയെടുത്ത് ഓളി മോളി പോറ്റി നടക്കുന്നവരെ അഭിമാനം പൊക്കി പിടിച്ച് നടക്കാൻ പറ്റൂ? ഇത് നാട്ടിൽ തെച്ചും കടമാക്കിയിട്ട് നാട്ടുകാർ കൊണ്ട് പറയിക്കാൻ. ഉപ്പ ഇങ്ങൊന്ന് വായടക്ക്. മച്ചൻ ഫസീന്റെ പുയ്യാപ്പിളയാണ്, അല്ലാണ്ട് അയൽക്കാരനൊന്നല്ല. പുയ്യാപ്പിള കണ്ട എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. എന്റെ ഓളെ പേരിലുള്ള സ്ഥലം വിറ്റത് ശരി തന്നെയാണ്. അത് നാട്ടുകാരോട് മുഴുവനും പറഞ്ഞ് നാട്ടേണ്ട ആവശ്യം എന്താന്ന് മൂപ്പർക്ക്? എന്തേ അഭിമാനം മുറിഞ്ഞു പോയാ? മച്ചാനെ നിങ്ങൾ വാ, നമുക്ക് സംസാരിക്കാം. വേണ്ട 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 വേണ്ട. ഇവിടെ പന്തലുകാരന് പോലും എന്നെ വിലയില്ല. നീ കഥയറിയോ? നിന്നെ കൂട്ടാൻ വേണ്ടി വിമാനത്താവളത്തിൽ വരുമ്പോ നിങ്ങൾ വരുന്നോന്നൊരു വാക്ക് ചോദിച്ചാ എന്റെ ഉപ്പ. നിന്റെ പെങ്ങളെ മാപ്പിളല്ലേ ഞാന്. റഷീദ് കണ്ട വിമാനത്താവളം നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടാ. മച്ചാനെ ഇതാണോ നിങ്ങളെ പ്രശ്നം? ഇത് മാത്രല്ല, നീ കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കുമ്പോ ഒരു വാക്ക് പറഞ്ഞു എന്നോട്. അതെല്ലാം പോട്ട് നീ പെണ്ണ് കാണാൻ പോകുമ്പോ ഒരു വാക്ക് എന്നോട് പറഞ്ഞാ ഇല്ലല്ല. നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു അത്ര തന്ന എനിക്ക്. മഹറു ഡ്രസ് എടുക്കാൻ പോകുമ്പോ നീ എന്നെ വിളിച്ചിട്ടില്ല. പോട്ട് നിന്റെ കല്യാണ കത്തടിക്കുമ്പോ അതിന്റെ മൂലക്ക് എന്റെ പേരൊന്ന് വെച്ചിനാ ഇല്ലല്ല. മതി നിർത്ത്. നിങ്ങളല്ലേ ഡ്രസ് എടുക്കാൻ പോകുമ്പോ ഞാൻ വരുന്നില്ല പറഞ്ഞ്? അത് നീ സ്വപ്നം കണ്ടായിരിക്കൂ. റഷീദിന് ഒരൊറ്റൊപ്പയില്ലു. 10ാം കണ്ടി അംസക്കുട്ടി ഓറ് രാജാവിനെ പോലെ ജീവിച്ചിന്. ഓറ മോനാണ് ഞാന്. അഭിമാനം വിട്ട് കളിക്കൂല. മച്ചാനെ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? മച്ചാനെ നിന്റെ കല്യാണം നല്ല ഏലിക്ക് കയ്യട്ട്. ഞാനിവിടെ ഉണ്ടാകുന്നത് ഇന്റെ ഉപ്പാക്കൊരു കുറച്ചിലാണ്. ഞാൻ പോകുന്നു. നീ പേടിക്കണ്ട. നീ നിന്റെ ആങ്ങളന്റെ കല്യാണം നല്ല ഏലിക്ക് കഴിഞ്ഞിട്ടാവുമ്പോ വിളിച്ചാ മതി. ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. പുയ്യാപ്പിള ഒന്നാടെ നിന്നേ. കല്യാണം കഴിഞ്ഞ ശേഷം ഇവളെ കൂട്ടാൻ ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവളും മോളും ഇവിടെ ജീവിക്കും രാജകുമാരിയെ പോലെ. എന്റെ കാലശേഷം ഇവൾ ആങ്ങളെയുണ്ട് ഇവളെ നോക്കാൻ. ഉപ്പ നിങ്ങടെ എന്താ ഈ പറയുന്നത്? സലാമാജിക്ക് നാട്ടിലൊരു നിലയും വിലയുണ്ട്. അതിന് പറ്റാനല്ല നിന്റെ അളിയൻ. സലാമാജിക്ക് ഒറ്റ വാപ്പയല്ലും ഒറ്റ വാക്കും.
നീ എന്തല്ലേ ഈ കാണിച്ചു കൂട്ടുന്നു? എല്ലാം ഞാൻ കരുതി പോലെ നടക്കും, നീ നോക്കിക്കോ. മച്ചാനെ വാ, കേറിയിരിക്കി. കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞില്ലേ, സന്തോഷം. അളിയാ, എനിക്ക് നിങ്ങൾ പിടികിട്ടുന്നേ ഇല്ല. അത്തറിനീ കല്യാണക്കത്തിൻ്റെയും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ ഇങ്ങനെ കുഴപ്പാക്കുന്നു? മച്ചാനെ, ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. നീ പറഞ്ഞ ശരിയാ, എല്ലാം ഞാൻ കരുതിക്കിട്ടുണ്ടാക്കിയതാ. എൻ്റെ ഗതികേട് കൊണ്ട്. എന്തിനു വേണ്ടി? നിന്റെ ഉപ്പാനെ ഞാൻ കുറ്റം പറയൂല. ഏതൊരു ഉപ്പാക്കും മക്കളെ ഭാവി തന്നെയാണ് വലുത്. റഷീക്ക, പിന്നെന്താ ഞാൻ വേണ്ടത്, നീ പറ. അളിയൻ്റെ കല്യാണത്തിന് മാനം നടത്താൻ 5 പൈസ കയ്യിലില്ലാന്ന് നിന്റെ പെങ്ങളോട് ഉപ്പാനോട് ഞാൻ പറയാൻ വേണ്ടത്? നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അല്ലെങ്കിലേ ഒരു പുല്ലുവിലയാണ്. ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കണ്ടിട്ടില്ല. നിനക്കെന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം നിന്നോട് പറയുന്നത്. മച്ചാനെ, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ? നിങ്ങൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നിന്റെ ഉപ്പ പറഞ്ഞ പോലെ ശ്രീധരൻ തന്ന സ്ഥലവും വിറ്റ് കപ്പിയും കുടിച്ച് നടക്കുന്നവനല്ലേ, ഓറെ കുറ്റം വരാൻ ഒക്കൂല. മച്ചാനെ, നിന്റെ ഉപ്പ കെട്ടിച്ചയച്ചതുപോലെ എൻ്റെ ഉപ്പയും കെട്ടിച്ചയച്ച ഒരാളുണ്ട്, എൻ്റെ പെങ്ങള്. ഇക്ക, ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ പൈസ അങ്ങ് കൊടുത്തേക്ക്. എന്താ, എന്തേലും? ഇക്കാനോട് ചോദിക്കാനുള്ള മടി കൊണ്ടാ. 1-2 പ്രാവശ്യം എന്നോട് സൂചിപ്പിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ വാങ്ങിച്ചു. ഓറെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഫസിന്റെ പേരിലുള്ള സ്ഥലം വിറ്റ് ഞാൻ ഓറെ പൈസ കൊടുത്തോളാം. ഞാനോ ഇങ്ങനെയായി. ഇതിന്റെ പേരിൽ നിന്റെ ജീവിതം തകരാൻ നിൽക്കാൻ സമ്മതിക്കൂല. ഞാൻ വരുന്നു. ഈ വീടിന്റെ പണി നടക്കുമ്പോൾ പെങ്ങൾ ഓനോടാ കുറച്ച് പൈസ കടം വാങ്ങിയത്. എൻ്റെ അവസ്ഥ കാരണം എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതിനു വേണ്ടിയാ ആ സ്ഥലം വിറ്റത്. നമുക്ക് റഷീദേ, നീ നിന്റെ അമ്മോച്ചനെ പറ്റിക്കും പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എടുക്കണമെന്നായി പൈസ. മൂസക്ക, ഒരാഴ്ചയും കൂടി സമയം എന്താ? കുറച്ച് പൈസ എങ്ങനെ ഒപ്പിച്ചുതരാം. ഇത് ഞാൻ കുറെ കേട്ടിനി. നീ എടുത്ത തരണ്ടേ മരത്തമ്മന്ത് പറിച്ചിട്ടാ. മൂസക്ക, ഓൻ തന്നിട്ടില്ലെങ്കിലും ഞാൻ തരും. നിങ്ങളിപ്പോ പോ. ആന്നല്ല, നീ ആന്നല്ല ഓനെ കോലത്തിലാക്കീനി. നിന്റെ ആവശ്യത്തിന് വേണ്ടി ഓൻ ആടി ഈടി കൂട്ടി നടന്നിട്ട് പള്ളിയിലും പോവാണ്ട് കുടുംബം നോക്കാതെ കണ്ട് നിന്റെ കൂട്ടത്തിലാക്കിയില്ലേ? അള്ളാനി ഭരിച്ചടക്കുന്ന മൂസക്കോയെ, ഇനി വർഗീയതയും ഛർദിച്ച് നടന്നാലുണ്ടല്ലോ, വയസ്സിന് മൂപ്പാതൊന്നും ഞാൻ നോക്കൂല. 5 നേരം പള്ളിയിൽ പോയിട്ട് അള്ളാനെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. മനസ്സ് നന്നാക്കണം. നാളെ മരിച്ചാലുണ്ടല്ലോ, കബറിൽ മണ്ണാകിടുന്നു. പൈസ അല്ല, പൈസ ഞാൻ തരൂന്ന് പറഞ്ഞാൽ തരൂ. അധികം ചെലച്ചാലുണ്ടല്ലോ. നമ്മൾ ചോദിച്ചത് ഓനെ സ്ത്രീധനം കിട്ടിയ പൈസക്കല്ല, നീനം വാങ്ങി നക്കിയ പൈസക്കാണ്. അടുത്ത ആഴ്ച വരും. അന്നേരം പൈസ കിട്ടിയില്ലെങ്കിൽ മൂസക്ക, നിങ്ങൾ ഇപ്പൊ പോ. നാളെ വീട്ടിലേക്ക് വാ, പൈസ ഞാൻ തരാം. അത് മതി. നീ ആൺകുട്ടിയാ, അനക്ക് ഇന്ന വിശ്വാസ. എന്തിനാടാ നീ ജീവിക്കുന്നത്? പോയി മരിച്ചൂടെ? നീ വാടാ. മച്ചാനെ, ഇത്രയും കാലം ഞാൻ നിങ്ങളെ കൂടിയായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ആർക്ക് വേണ്ടിയായിരുന്നു ഇത്രയും കടം വരുത്തി വെച്ചേ. ഉപ്പ പറഞ്ഞതിന് കാര്യമുണ്ട്. പാണിക്കും കൂടി പോവാണ്ട് ആർക്കൊക്കെ വേണ്ടി ആടിയും ഈടിയും. മച്ചാനെ, ഇനിയെങ്കിലും കണ്ടോർക്ക് വേണ്ടി ജീവിക്കാണ്ട് അവനവന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്ക്. കണ്ടോനാ? ആരുടെ കണ്ടോ? ഇവനാ?
ഇനിയും നടക്കൂ എൻ്റെ കൂടെ. എനിക്ക് ഇഷ്ടമില്ല പോലെ ജീവിക്കൂ. എന്നെ എന്നാക്കാൻ ഒരുത്തലും വരണ്ട. നീ നിന്റെ പെങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാവും. അതൊന്നും കണ്ടിട്ടല്ല റഷ്യ ജീവിക്കുന്നത്. അനക്ക് ഒരുത്തന്റെ പൈസയും വേണ്ട, ഉപദേശവും വേണ്ട. ശരി, നിങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കും. എന്റെ പെങ്ങളെയും കുട്ടീനെയും നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കണ്ട. ഓളന്റെ പോലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും ജീവിക്കും. നല്ല രീതിയിലുണ്ടായിരുന്ന റഷീദ്ക്ക എങ്ങനെ ഇങ്ങനെ കടക്കാരനായെന്ന് എനിക്കറിയണം. നിങ്ങളെന്തിനാ നിങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടി മൂപ്പര ജീവിതം നശിപ്പിക്കുന്നേ? മനസ്സിലായില്ല. നിങ്ങളെ കൂടിയാ 7 നേരം റഷീദ്ക്ക പണിക്ക് പോലും പോവാണ്ട്. ഒരളിയനായല്ല നീ അവനെ കണ്ടതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്കും. അവനെനിക്കൊരു സുഹൃത്ത് മാത്രമല്ല. കാര്യങ്ങളൊക്കെ നീ അറിയണം. എന്ത് കാര്യം? എല്ലാം നീ അറിയുമെന്ന ഘട്ടം വന്നപ്പോഴാണ് അവൻ നിന്നോട് അങ്ങനെ പെരുമാറിയത്. ഫസിലാനി മോളെയും സേഫാക്കുക എന്ന ലക്ഷ്യത്തോടെ അവൻ കരുതിക്കൂട്ടി ചെയ്തതാ ഈ പ്രശ്നങ്ങളൊക്കെ. അതിലവൻ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അവനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കൂല. എന്താ? നിങ്ങൾ തെളിച്ചു പറ. നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഞാൻ അവനെയും കൊണ്ട് പോകുന്നത് എൻ്റെ ആവശ്യത്തിനല്ല, ഹോസ്പിറ്റലിലേക്കാണ്. അവനൊരു കിഡ്നി പേഷ്യൻ്റാണ്. കോഴിക്കോട് PBM ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗംഗാധരൻ്റെ ചികിത്സയിലാണ് അവൻ. 2 കിഡ്നിയുടെയും പ്രവർത്തനം പകുതി മാത്രമേ ഉള്ളൂ. ഇത്രയും നാളും ഡയാലിസിലൂടെ മുന്നോട്ട് പോയി. പക്ഷേ ഇനി കിഡ്നി മാറ്റിവെക്കൽ മാത്രമേ പോവഴിയുള്ളൂ. ഇതെന്താ നേരത്തെ പറയാതിരുന്നേ? അറിയാലോ നിനക്കവനെ, അഭിമാനം. ആരെയും ഒരു സഹായത്തിനും ബുദ്ധിമുട്ടിപ്പിക്കാൻ അവൻ തയ്യാറല്ല. വീടും സ്ഥലവും വിറ്റ് ഓപ്പറേഷൻ നടത്താൻ അവന് സമ്മതമല്ല. ഫസീലയും കുഞ്ഞും, അതുമാത്രമാണ് അവൻ്റെ ചിന്ത. അവർ പിന്നീട് കഷ്ടപ്പെടരുത്. അതിനുവേണ്ടിയാണ് അവൻ ഈ നാടകങ്ങളൊക്കെ കളിച്ച് അവരെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചത്. നിന്റെ ഉപ്പാനോടുള്ള ദേഷ്യം അവനത് കരുതി കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്നതാ. അവൻ്റെ കാലശേഷവും അവനോടുള്ള ദേഷ്യനിമിത്തം ഫസീലാക്ക് വേറൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നാണ് അവൻ്റെ മനസ്സിൽ. ഓപ്പറേഷൻ നടത്താനുള്ള പണത്തിന് യാതൊരു സാധ്യതയില്ലെന്നും അവൻ മരിച്ചു പോകുമെന്നുള്ള ചിന്തയുമാണ് അവൻ്റെ മനസ്സിൽ. ഇല്ല, അവനെ ഞാനൊരു മരണത്തിനും വിട്ടുകൊടുക്കൂല. എങ്ങനെയെങ്കിലും ഞാനത് നടത്തും. പക്ഷേ ഓപ്പറേഷൻ പെട്ടെന്ന് നടന്നില്ലെങ്കിൽ ആരും ഒന്നും അറിയരുത്. നീ എന്നെ ഒരു അളിയനായിട്ടല്ല കാണുന്നതെന്ന് എനിക്കറിയാം. എല്ലാം നഷ്ടപ്പെടുത്തി ഓപ്പറേഷൻ ചെയ്താലും ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഫസിക്കും മോൾക്കും എല്ലാ തരത്തിലും അതൊരു ബാധ്യതയായി മാറും. അത് പാടില്ല. എൻ്റെ എല്ലാ സമ്പാദ്യവും അവർക്കുള്ളതാണ്. മച്ചാനെ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നു? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കണം. ഫസീമോളും നിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് എനിക്ക് ഉറപ്പാണ്.
ഓപ്പറേഷന് പെട്ടെന്ന് ക്യാഷ് മാത്രം പോരാലോ, ഡോണർ കൂടി വേണ്ടേ? അല്ലാതെ അങ്ങനെ ഡോണറൊക്കെ എപ്പോഴേ റെഡി. ജാതിയും മതവുമേ ഒന്നല്ലാണ്ടുള്ളൂ. എൻ്റെ ഇവൻ്റെയും ചോരയുടെ നിറവും ഗ്രൂപ്പും എല്ലാം ഒന്നാണ്. റഷീദ് ഖാൻ ഒരു മനത്തിനും നമ്മൾ വിട്ടുകൊടുക്കൂല. എന്റെ പസിക്കും മോക്കും ജീവിതകാലം മുഴുവൻ ഓരോ വേണം. ഓരെന്റെ പുന്നാര അടിയന. ഹലോ, PBM ഹോസ്പിറ്റലല്ലേ? ഡോക്ടർ ഗംഗാധരൻ ഒരു ബുക്കിംഗ് വേണമായിരുന്നു. പേര് റഷീദ്. Mm-hmm.